ബ്രസീലിയൻ മോഡലിന്റെ 22 വോട്ട്. 2 ബൂത്തുകളിലായി സീമ, സ്വീറ്റി, സരസ്വതി, വിമല തുടങ്ങിയ പേരിൽ ഒരു സ്ത്രീയുടെ ചിത്രം വെച്ച് 223 വോട്ട്. വോട്ട് ചെയ്യാൻ ചെന്ന വോട്ടർമാരോട് നിങ്ങളുടെ വോട്ട് നേരത്തെ ചെയ്തു കഴിഞ്ഞുവെന്ന അറിയിപ്പ്. യുപിയിലെ ബിജെപി നേതാക്കൾ ഹരിയാനയിൽ വോട്ട് ചെയ്തിരിക്കുന്നു. 25 ലക്ഷത്തോളം വോട്ടുകളുള്ള ഹരിയാനയിൽ നടന്നുവെന്നത് അക്കമിട്ടാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് വിവരിച്ച് കാണിച്ചത്. അതിലും മികച്ചതായി ആർക്കും ഇനിയൊന്നും വിവരിച്ചു തരാനാവില്ല. അത്രയും പെർഫെക്റ്റായി രാഹുൽ ഗാന്ധി വോട്ട് ചോരിയിലെ തന്റെ 3ാമത്തെ വാർത്താ സമ്മേളനം പൂർത്തിയാക്കി. ഹരിയാന ഫയൽസിൽ കണ്ടത് ഓപ്പറേഷൻ സർക്കാർ ചോരിയാണ്. രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരും പരിശോധിക്കരുതെന്ന് കരുതി പേപ്പർ കെട്ട് വോട്ടർ ലിസ്റ്റ് ടൺ കണക്കിന് നൽകുന്നതിൽ നിന്നാണ് ഈ കൃത്രിമത്വം എല്ലാം തെളിയിച്ചു തന്നിരിക്കുന്നത്. അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ രേഖയിൽ നിന്നും. എന്നിട്ട് ഈ ആരോപണങ്ങളോട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ച രീതി കണ്ടാൽ അറിയാം എവിടെയാണ് ഈ കൊള്ളയുടെ തുടക്കവും ഒടുക്കവും എന്ന്. എല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും പരാതിയൊന്നും കിട്ടിയിട്ടില്ലെന്നുമാണ് സത്യസന്ധമായി തിരഞ്ഞെടുപ്പ് നടത്തി രാജ്യത്ത് ജനാധിപത്യം ഉറപ്പാക്കാൻ വേണ്ടിയുണ്ടാക്കിയ ഭരണഘടനാ സംവിധാനത്തിന്റെ ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണം. ഹരിയാനയിലെ വോട്ടർ പട്ടികയ്ക്കെതിരെ അപ്പീലുകൾ ഒന്നും ഫയൽ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 90 നിയമസഭാ സീറ്റുകളിലായി ബന്ധപ്പെട്ട് പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയിൽ നിലവിൽ 22 തിരഞ്ഞെടുപ്പ് ഹർജികൾ മാത്രമേ പരിഗണനയിലുള്ളൂവെന്നും കൂടി സൂചിപ്പിച്ചു. ഇരട്ട വോട്ടുകൾ നിലവിലുണ്ടെങ്കിൽ അത്തരം വോട്ടർമാർ ബിജെപിയെ പിന്തുണച്ചിരുന്നുവെന്ന് രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ വാദിക്കാൻ കഴിയുമെന്നും ഈ വോട്ടർമാർ കോൺഗ്രസിന് വോട്ട് ചെയ്തതായി കൂടെയെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. അവിടെയാണ് ഉറപ്പായും കോൺഗ്രസ് ജയിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ അടക്കം പ്രവചിച്ചയിടത്ത് 90 സീറ്റുകളിൽ 73 സീറ്റിൽ മുമ്പിൽ നിന്നതിനു ശേഷം കോൺഗ്രസ് പൊടുന്നനെ പിന്നോട്ട് പോയ നിമിഷം ഓർമ്മ വരിക. ഇവിടെയാണ് പോസ്റ്റൽ വോട്ടുകളിൽ 73 എണ്ണത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോൾ 13 മാത്രം ബിജെപി ലീഡ് ചെയ്തത് ശ്രദ്ധയിൽ വരിക. ഹരിയാനയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും പോസ്റ്റൽ വോട്ടുകളുടെ ദിശയിൽ നിന്ന് ഫൈനൽ റിസൾട്ടുകൾ മാറിയിട്ടില്ല എന്നതും കൂട്ടി വായിക്കുമ്പോൾ എത്ര ഭീകരമായാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അട്ടിമറിച്ചതെന്ന് വ്യക്തമാകും. ഹരിയാനയിലെ ഒട്ടുമിക്ക എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കോൺഗ്രസ് വിജയം പ്രഖ്യാപിച്ചതാണ്. ഹരിയാനയിലെ ഗോദയിൽ ബിജെപി എം പി ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഗുസ്തി താരങ്ങൾ നടത്തിയ സമരം ആരും മറന്നിട്ടുണ്ടാവില്ല. ഹരിയാനയുടെ നെഞ്ചിലൂടെ കർഷകരുടെ പ്രതിഷേധവും പോലീസ് അടിച്ചമർത്തലിൽ കൊല്ലപ്പെട്ട കർഷകരുമെല്ലാമായിരുന്നു ആ തിരഞ്ഞെടുപ്പിനെ നിർണായകമാക്കിയത്. ആ തിരഞ്ഞെടുപ്പാണ് 25 ലക്ഷം കള്ളവോട്ടുകളിൽ അട്ടിമറിക്കപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസ് ഭരണത്തിൽ വരാതിരിക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്ന് ചിരിച്ചു പറഞ്ഞ ബിജെപി മുഖ്യമന്ത്രി നായബ് സിംഗ് സേനിയുടെ വീഡിയോ കാണിച്ചാണ് രാഹുൽ ഗാന്ധി ഈ ഗൂഢാലോചന ആരോപണങ്ങൾ ഉന്നയിച്ചത്. 2 കോടി വോട്ടർമാരുള്ള ഹരിയാനയിൽ 25 ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഹരിയാനയിലെ 8 വോട്ടർമാരിൽ ഒരാൾ വ്യാജനാണെന്നതാണ് കണക്ക്. അതായത് 12.5% വ്യാജ വോട്ടുകൾ. ഹരിയാനയിലെ ആ 25 ലക്ഷം വോട്ടുകളിൽ 5.21 ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരും 93,174 അസാധുവായ വോട്ടർമാരും 19.26 ലക്ഷം ബൾക്ക് വോട്ടർമാരും ഉൾപ്പെടുന്നുവെന്നതാണ് കണക്ക്. 22 വോട്ടുകൾ ചെയ്ത ബ്രസീലിയൻ യുവതിയുടെ ഫോട്ടോ കാണിച്ച് ഇതാരാണെന്ന് അറിയുമോ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചാണ് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ മുന്നിലേക്ക് വെച്ചത്. 10 ബൂത്തുകളിലായാണ് ബ്രസീലിയൻ മോഡൽ മത്തിയോസ് ഫെരേരോ അവരുടെ 22 വോട്ട് ചെയ്തത്. ഒറ്റ ഫോട്ടോയിൽ ഒരു സ്ത്രീ 2 ബൂത്തുകളിലായി 223 വോട്ട് ചെയ്തിരിക്കുന്നത് വേറെ. ബിജെപിയുമായി വെറും 22,000 വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ പരാജയപ്പെട്ടതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. വോട്ടിംഗ് ശതമാനത്തിലേക്ക് നോക്കിയാൽ 39.94% വോട്ടാണ് ബിജെപിക്ക് ഹരിയാനയിൽ ആകെ മൊത്തം കിട്ടിയത്. കോൺഗ്രസിനാകട്ടെ 39.09% വോട്ടും. 25 ലക്ഷം വോട്ടുകളാണ് കൃത്രിമമായി ചേർക്കപ്പെട്ടതെന്ന് മുൻ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര ശതമാനം വോട്ടിന്റെ അട്ടിമറി നടത്തിയിട്ടാണ് ബിജെപിക്ക് കഷ്ടിച്ച് ജയിച്ചു കയറാൻ പറ്റിയത്. അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ഹരിയാനയിലെ വോട്ടർമാർ വേണ്ടെന്ന് വെച്ച ഒരു സർക്കാരാണ് വൻ അട്ടിമറിയിലൂടെ ജനങ്ങളുടെ വോട്ട് അപഹരിച്ച് ഭരണത്തിലിരിക്കുന്നത്. നിങ്ങൾ ജയിക്കുന്ന ഇടത്ത് പരാതികളില്ലല്ലോ എന്നതാണ് കള്ളത്തരം പിടികൂടി ചോദ്യം ചെയ്യുമ്പോൾ ബിജെപിക്കാരുടെ സ്ഥിരം ചോദ്യം. കർണാടകയാണ് അവർ ചൂണ്ടിക്കാട്ടുക. കർണാടകയിലെ അലന്ദ് മണ്ഡലത്തിൽ നടന്ന വോട്ട് ചോരി രാഹുൽ ഗാന്ധി നേരത്തെ തുറന്നു കാട്ടിയതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഇത്രയും അട്ടിമറി നടത്തിയിട്ടും അവർക്ക് ജയിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ മാത്രമാണ് പ്രതിപക്ഷം വിജയിച്ചു കയറിയതെന്ന്. ഭൂരിപക്ഷ വോട്ടുകളെ അട്ടിമറിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന ഓരോ തെളിവായി പുറത്തു വന്നിരിക്കുകയാണ്. ഭരണഘടനാ സംരക്ഷണം എന്ന പ്രിവിലേജിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷണർമാർ. കള്ളത്തരങ്ങൾക്ക് കുഴപ്പിടിക്കുന്നവരെ രക്ഷിക്കാൻ മോദി ഭരണം നിയമം കൊണ്ടുവന്നിട്ടുണ്ടെന്നതാണ് എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ രാഹുൽ ഗാന്ധി കേസ് കൊടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം.
അതായത് പലതും കൃത്യമായി മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന്. 2023 മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം, സേവന വ്യവസ്ഥകൾ, ഔദ്യോഗിക കാലാവധികൾ സംബന്ധിച്ച നിയമത്തിലെ 16-ാം വകുപ്പ്, ഔദ്യോഗിക പദവിയിലിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ സംബന്ധിച്ച നിയമ നടപടികളിൽ നിന്ന് CECക്കും ECകൾക്കും പ്രത്യേക പരിരക്ഷ നൽകുന്നു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറോ ആയിരുന്ന ഏതൊരു വ്യക്തിക്കും എതിരെ അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്തതോ പറഞ്ഞതോ ആയ ഏതെങ്കിലും പ്രവൃത്തി അല്ലെങ്കിൽ കാര്യത്തിന് അവരുടെ ജീവിതകാലത്തിൽ ഒരു കോടതിയും സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുകയോ തുടരുകയോ ചെയ്യരുത് എന്നതാണ് മോദി രാജിൽ ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥയെന്നും കൂടി ചേർത്ത് വായിക്കണം.